ടി ജി പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞപ്പോൾ കുറേ സംശയങ്ങളുണ്ടായി. അതിലൊന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചത്. രണ്ടാമത് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അംബേദ്കർ ദളിതനായതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും നെഹ്റുവും അദ്ദേഹത്തെ വല്ലാതെ അവഗണിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയും മന്ത്രിസഭയും വിട്ടതെന്ന്. അതിൽ വല്ല വസ്തുതയുണ്ടോ? സാഹചര്യങ്ങൾ നോക്കിയാൽ പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് തോന്നും. ഇപ്പം നെഹ്റുവിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ നെഹ്റുവിന് വല്ലാത്ത ഭയമായിരുന്നു അംബേദ്കറെ. ഒന്ന്, ഈ നെഹ്റു ഞാൻ പറഞ്ഞില്ല, നെഹ്റു ജെൻറ്റിൽമാൻ പാസ് ആണ്. അംബേദ്കർ ഗോൾഡ് മെഡലിസ്റ്റാണ്. പരീക്ഷയിൽ ജെൻറ്റിൽമാൻ ആയതുകൊണ്ട് ജയിപ്പിച്ചു വിട്ടതാണ്. ഫ്രം എ ബിഗ് ഫാമിലി, ഇങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അന്നുണ്ട്. ഇംഗ്ലണ്ടിൽ അതുണ്ടായിരുന്നു. അന്യരാജ്യത്തു നിന്ന് വന്ന വലിയ കുടുംബത്തിലെ ആൾക്കാരാണെങ്കിൽ ജെൻറ്റിൽമാൻ പാസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഹി കനോട്ട് യൂസ് ദാറ്റ് ക്വാളിഫിക്കേഷൻ എനിവെയർ. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു എവിടെയെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ടോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഹി കനോട്ട് യൂസ് ഇറ്റ്, ബട്ട് ഹി ക്യാൻ ക്ലെയിം ദാറ്റ് യെസ് ഐ പാസ് ഫ്രം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാം. ഇത്രയേ ഉള്ളൂ. അത് ആരും ഇഷ്യൂ ഒന്നും ആക്കിയില്ല. ബിക്കോസ് അന്നത്തെ നോം അനുസരിച്ച് എല്ലാവർക്കും അറിയാം ദിസ് ഹാപ്പൻസ്. ബട്ട് അംബേദ്കർ ഗോൾഡ് മെഡലിസ്റ്റാണ്, ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലിസ്റ്റായിരുന്നു ഇംഗ്ലണ്ടിൽ പോയിട്ട്. അപ്പോൾ ഇത് നെഹ്റുവിനെ എപ്പോഴും ഒരു മാനസികമായ ഒരു അപകർഷബോധം നെഹ്റുവിനുണ്ടായിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങാനും വെട്ടുപിഴച്ച് അംബേദ്കർ ഇതായെങ്കിലോ, പ്രൈം മിനിസ്റ്റർ ആയെങ്കിലോ, അതും ഒരു പേടി. ഏതായാലും നെഹ്റു തന്നെ പ്രൈം മിനിസ്റ്ററായി. ആയിക്കഴിഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രൈം മിനിസ്റ്റർ ആയെങ്കിലോ എന്നുള്ള പേടിയായി. അംബേദ്കറിനെ പല രീതിയിൽ അവഹേളിച്ചു. ലാസ്റ്റ് ഇവർ തമ്മിൽ ഉടക്കാൻ കാര്യം അംബേദ്കർ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നു. അതാണ് പിന്നീട് 4 ബില്ലായിട്ട് പാസ്സായത്. ഹിന്ദു മാരേജസ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, പിന്നെ വൺ തിങ് മോർ ഐ ഡോണ്ട് റിമെമ്പർ. 4 ആക്റ്റുകളായിട്ട് പാസ്സായി. അത് 55-56 ആയി. അംബേദ്കർ കൊണ്ടുവന്നത് ഒറ്റ ബില്ലായിരുന്നു, ഹിന്ദു കോഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ബില്ല് വാസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ നെഹ്റു. അപ്പോൾ അംബേദ്കറിൻ്റെ ഒരു ലക്ഷ്യം ഹിന്ദു സമാജത്തെ ഏകീകരിക്കുക എന്നൊരു ലക്ഷ്യം ഇതിലുണ്ട്. കോമൺ കോഡ് വരുമ്പോൾ എല്ലാവരും ഒരുപോലെയാകും. ഇപ്പോൾ കേരളത്തിലെ ഒരു ഹിന്ദു മധ്യപ്രദേശിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ അച്ഛൻ്റെ സ്വത്തിൽ അവർക്ക് എത്ര അവകാശമുണ്ട് ഇതെല്ലാം ഈ ഹിന്ദുവിനറിയാം. കാരണം എല്ലായിടത്തും യൂണിഫോമാണ്. അവകാശങ്ങൾ, കരാറുകൾ, ഇതൊക്കെ യൂണിഫോമാണ്. ഇപ്പോൾ ഹിന്ദു സമാജം ഒന്നിക്കും. അങ്ങനെ ഇപ്പോൾ ഒന്നിക്കണ്ട. നെഹ്റു വാണ്ടഡ് ടു കീപ് ദോസ് ഡിഫറൻസസ്. അതിനെ ചൊല്ലി രണ്ടുപേരും ലോക്സഭയിൽ ഏറ്റുമുട്ടി, അതല്ലാതെ കത്തുകളിൽ ഏറ്റുമുട്ടി, പ്രൈവറ്റ് ടോക്കിൽ ഏറ്റുമുട്ടി. നെഹ്റു വഴങ്ങിയില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി സമ്മതിക്കാതെ ഒരു ബില്ല് പൈലറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അംബേദ്കർ റിസൈൻ ചെയ്തു. അതിനുശേഷം 55-ലും 56-ലുമായിട്ട് നെഹ്റു ഇത് 4 കഷ്ണമാക്കിയിട്ട് പാസ്സാക്കി. ബേസിക്കലി അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്തതാണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തു. ഹിന്ദു സമാജത്തിൽ നിന്നും ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാർപ്പാത്രി മഹാരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് സന്യാസിമാരൊക്കെ അവരും ഇതിനെതിരായിരുന്നു. കാരണം അവർ കുറേ ഇപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയുള്ള ധാരണകളില്ലേ, ഇതുപോലത്തെ കുറേ ധാരണകളൊക്കെ സമാജത്തിൻ്റെ ആചരണങ്ങളിൽ കയറിയിട്ട് നിയമം ഇടപെടും എന്നുള്ളൊരു ധാരണ. അപ്പോൾ അതങ്ങനെ അല്ല എന്നൊക്കെ മനസ്സിലായി. ഏകദേശം ഒതുങ്ങി, എതിർപ്പുകളൊക്കെ ഒതുങ്ങി. തുടക്കത്തിൽ ഗോൾവൽക്കർ അതിനെതിരായിരുന്നു. അത് ശരി. ഗോൾവൽക്കർ പറഞ്ഞു, ഈ ഇത്തരം കുടുംബ നിയമങ്ങൾ ഏകീകരിക്കുന്നതിലൂടെ രാഷ്ട്രത്തിന് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. വക്കീലന്മാർക്ക് പ്രയോജനം ഉണ്ടാകുമായിരിക്കാം, രാഷ്ട്രത്തിന് കെട്ടുറപ്പിന് ബാധിക്കുന്ന ഒരു പ്രയോജനം ഇതിനില്ല. നിയമം വഴി കെട്ടുറപ്പുണ്ടാവില്ല. എനിക്കും നിനക്കും ഒരേ നിയമം, അതുകൊണ്ട് ഞാനും നീയും ഒന്ന് എന്ന് ആരും ചിന്തിക്കില്ല. എനിക്കും നിനക്കും ഒരേ നിയമം, അതിൻ്റെ ഒരു സുഖം. സോ രാഷ്ട്രീയോദ്ഗ്രഥനം എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് യോജിച്ചതല്ല ഇത്. പിന്നെ ഇപ്പോൾ ശരി ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ഇങ്ങനെ ഒരു അല്പം ന്യൂട്രൽ ബട്ട് എഗൻസ്റ്റ് നിലപാടായിരുന്നു ഗോൾവൽക്കറുടെ. ബട്ട് അദ്ദേഹം അതിൽ സമരം ചെയ്യാനോ ഗുസ്തി പിടിക്കാനോ അങ്ങനെയൊന്നും പോയില്ല.
ബട്ട് കാർപ്പാർത്തിരി മഹാരാജൊക്കെ ജാഥയൊക്കെ നടത്തിയിരുന്നു ഇതിനെതിരായിട്ട്. എനിവേ ഹിന്ദു സമാജമാണില്ല ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് അതിന് വേണ്ടിയിട്ട് മുഴുവൻ അങ്ങ് നാട് നിങ്ങൾ തീ വയ്ക്കുക ഇങ്ങനെയുള്ള അക്രമ സ്വഭാവമൊന്നുമില്ല, പറഞ്ഞാൽ മനസ്സിലാകും, ഒതുങ്ങി. അങ്ങനെയാണ് ഈ ഹിന്ദു ആക്റ്റുകളൊക്കെ നിലവിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ അംബേദ്കർ രാജിവെച്ചിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കി. 2 തവണയും കോൺഗ്രസിൻ്റെ അടുത്താണ് തോറ്റത്. മഹാരാഷ്ട്രയിൽ മത്സരിച്ചു. 2 തവണയും കോൺഗ്രസ്സാണ് അംബേദ്കറെ തോൽപ്പിക്കുന്നത്. ഇടയ്ക്കൊരു സംശയം ചോദിക്കട്ടെ, ടിജി പറഞ്ഞല്ലോ അംബേദ്കർ പ്രധാനമന്ത്രിയാവുമോ എന്നുള്ള ഭയം നെഹ്റുവിനുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും അംബേദ്കറെ പ്രധാനമന്ത്രിയാക്കാനുള്ളൊരു നീക്കമോ ആശയമോ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഒരു മുൻകൂർ തടയിടുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നെഹ്റു ചെയ്ത് സി രാജഗോപാലാചാരി ഒതുക്കി. രാജഗോപാലാചാരി പോയിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കി. വാട്ട് വാസ് ദാറ്റ്? സ്വതന്ത്ര പാർട്ടി. സുഭാഷ് ചന്ദ്രബോസിന് പണ്ടേ ഒതുക്കി കളഞ്ഞിരുന്നു. സർദാർ പട്ടേലിനെ ഒതുക്കി തുടങ്ങിയിരുന്നു. സർദാർ പട്ടേലുമായിട്ട് വട്ടമുടക്കിയിട്ട് നിർഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചുപോയി. അല്ലെങ്കിൽ അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കി പുറത്തു വന്നേനെ. ആ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരുടെ വഴക്ക് വേറെ പാർട്ടി ഉണ്ടാക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. ആ വഴക്ക് മൂർധന്യത്തിലെത്തി. അവരുമായിട്ട് ഗാന്ധി ചർച്ച ചെയ്തിട്ട് ഗാന്ധി സജസ്റ്റ് ചെയ്തു നെഹ്റുവിൻ്റെ അടുത്ത്, താൻ ഇറങ്ങ്, തന്നെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. വല്ലഭായി തന്നെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ ഗാന്ധി അങ്ങനെ ആവശ്യപ്പെട്ട ആ മീറ്റിങ്ങിന് അന്നാണ് ഈ മഹാഭാവി ഗാന്ധിയെ കൊല്ലുന്നത്. അല്ലെങ്കിൽ ഗാന്ധി വുഡ് ഹാവ് സീൻ ദാറ്റ് നെഹ്റു റിസൈൻസ് ആൻഡ് പട്ടേൽ ബിക്കം പ്രൈം മിനിസ്റ്റർ. കാരണം പട്ടേൽ അന്ന് ഗാന്ധിയുടെ അടുത്ത് ചർച്ച ചെയ്തും പട്ടേൽ പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, റെസിഗ്നേഷൻ എൻ്റെ ജുബയുടെ പോക്കറ്റിലുണ്ട്, ഞാൻ ഗാന്ധിയുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് കൊടുത്തേക്കാം, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഗാന്ധി പറഞ്ഞു, ജവഹർലാൽ ഇനഫ് ഈസ് ഇനഫ്. ഇതിന് സാക്ഷിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ബിർള മന്ദിരത്തിലുണ്ടായിരുന്നവരുടെയൊക്കെ ഈ പൂച്ചം സംസാരത്തിൽ നിന്ന് ഉണ്ടായ കഥയാണ്. അതൊരു ഇറ്റ് മേ നോട്ട് ബി ഇതുപോലെ ആയിരിക്കില്ല സംഭവിച്ചത്. ബട്ട് ഗാന്ധി വാസ് സ്ലൈറ്റ്ലി ടുവേഴ്സ് പട്ടേൽ വന്നുകൊണ്ടിരുന്നു ഗാന്ധിയുടെ ചിന്തകൾ. ജവഹർലാലിന് ഞാൻ കൊടുത്ത സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്ത് വാങ്ങിക്കോട്ടെ, ഇപ്പോൾ 2 പേര് പൊക്കും, എനിക്ക് പ്രാർത്ഥനാ യോഗത്തിന് പോകാൻ സമയമായി, ഞാൻ താമസിച്ചു. 5 മണിക്ക് കൃത്യം ഗാന്ധിജി സമയക്ലിപ്തത പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി. അന്ന് 5:10 എനിക്കിറങ്ങാൻ താമസിച്ചു, നിങ്ങൾ ശരി പിന്നീട് സംസാരിക്കാമെന്ന് 2 പേരെയും വിട്ടു. എന്നിട്ടാണ് ഗാന്ധിജി പ്രാർത്ഥനാ യോഗത്തിലേക്ക് വരുന്നതും അവിടെ വെച്ച് ഏകദേശം 5:15 ഗാന്ധിജി ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നത്. സോ കാര്യങ്ങൾ പിന്നെയും തകടം പറഞ്ഞു. നെഹ്റുവിന് അപ്പർ ഹാൻഡായി. പട്ടേൽ വാസ് ഡെസ്പറേറ്റ്, ബട്ട് ദെൻ സ്ലോലി വൺ ഡേ ഹി ഡൈഡ്. രാജഗോപാലാചാര്യയുടെ കഥ വേറെ. ആചാര്യ കൃപലാനി, ഹി ഓൾസോ ഡിസ്റ്റൻറ്റ് ഫ്രം ദിസ്. എത്ര പേരെ അങ്ങനെ ഒതുക്കി. അപ്പോൾ ഈ അവർ പൊട്ടൻഷ്യൽ പ്രൈം മിനിസ്റ്റർ ആണോ എന്നല്ല നോക്കുന്നത്, പ്രൈം മിനിസ്റ്റർ ആവാൻ എന്തെങ്കിലും ഒരു സാധ്യത അവിടെ വെച്ചൊന്ന് ബ്ലോക്ക് ചെയ്യാം. ഈ കോൺഗ്രസ് പോസിബിലിറ്റി ബ്ലോക്ക് ചെയ്യാം. കോൺഗ്രസ് ഇപ്പോഴും ഈ അംബേദ്കറുടെ ഒരു പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്നുണ്ടല്ലോ, അംബേദ്കറുടെ ചിത്രമൊക്കെ വെക്കുന്നുണ്ട് അവരുടെ പരിപാടിക്ക്. ദാറ്റ് ഈസ് ആഫ്റ്റർ 1989. 1989 പോലും അല്ല, ഒരു 1996 ഒക്കെ ആയപ്പോൾ ഫസ്റ്റ് BJP സർക്കാർ അധികാരത്തിൽ വന്നില്ല. 13 ദിവസത്തെ വാജ്പേയി സർക്കാർ. അന്ന് കോൺഗ്രസ്സിന് അംബേദ്കറെ എടുക്കണം എങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇനി അതുവരെ അംബേദ്കർ ഈ VP സിംഗിൻ്റെ ആയുധമായിരുന്നു. VP സിംഗ് ആണ് ഇത് ചെയ്യുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതിനുശേഷമാണ് ഈ അംബേദ്കർ പൊട്ടിത്തെറിക്കുന്നത്. അതുവരെ എല്ലാവർക്കും അക്സെപ്റ്റബിളാണ്, പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല. മഹാത്മാഗാന്ധിയുടെ ഒരു ഇത് കണ്ടില്ല, എല്ലാവർക്കും ഗാന്ധിയെ ബഹുമാനമാണ്, അങ്ങനെ പറഞ്ഞു ഒരു വാക്കാരും അനുസരിക്കില്ല. ഇതുപോലെയാണ് അംബേദ്കർ ഇരുന്നത്. മണ്ഡൽ കമ്മീഷൻ, ജനതാ സർക്കാരാണ് മണ്ഡൽ കമ്മീഷനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 77 വന്ന ജനതാ സർക്കാർ. 80 ജനതാ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് BP മണ്ഡലിൻ്റെ റിപ്പോർട്ട് വന്നു. വിദ്യേശ്വരി പ്രസാദ് മണ്ഡൽ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചർച്ചയോ സംഗതിയോ പരിശോധനയോ ഒക്കെ നടക്കുന്നതിന് മുമ്പ് ജനതാ സർക്കാർ താഴെ വീണു. ഇന്ദിരാഗാന്ധി ഇത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. വലിയ അപകടമാണ്, പ്രശ്നമാകുന്നു വെച്ചാൽ
ജാതികൾ തമ്മിൽ അസർട്ട് ചെയ്തു, ഇങ്ങനെയൊക്കെ വരുമല്ലോ. റിസ്ക് എടുത്തില്ല, അത് ഭരണത്ത് വെച്ചു. ഈ ഭരണത്തിൽ നിന്ന് ഇതെടുത്തിട്ട് വി പി സിംഗ് പുറത്തിട്ടു. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി പി സിംഗിന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ദേവിലാലായിരുന്നു. ദേവിലാൽ ഒരു 2 ലക്ഷം ജാട്ടുകളുടെ റാലി ഡൽഹിയിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. വി പി സിംഗ് ഭയന്നുപോയി. കാരണം അങ്ങേര് പ്രധാനമന്ത്രിയാണെങ്കിലും അങ്ങേരെക്കാൾ പവർഫുള്ളാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് വരും. ഇത്രയും വലിയ ആൾക്കൂട്ടം, അതായത് ഹരിയാന മുതൽ ഉത്തർപ്രദേശ് വരെ എനിക്ക് സ്വാധീനമുണ്ട്, ഇത്രയും ആൾക്കാർ ഞാൻ വിളിച്ചാൽ കൂടുമെങ്കിൽ അത്രയും എം പിമാരും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ദേവിലാൽ ത്രട്ടൻ ചെയ്യുകയാണ്. വാസ്തവത്തിൽ ദേവിലാൽ വേറൊരു കുടുക്കിൽപ്പെട്ടാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ ജനതാ പാർട്ടി, അതൊന്നും ജനതാദളാണ്. ഇവർ പാർലമെൻ്ററി പാർട്ടി കൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ല. BJPയും CPMഉം പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ജനതാദളിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം, അതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വി പി സിംഗ്, ദേവിലാൽ, ചന്ദ്രശേഖർ 3 പേരാണ്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളൊരു കൺസെൻസസിന് മത്സരമൊന്നും വേണ്ട. ചന്ദ്രശേഖർ പറഞ്ഞു, ദേവിലാൽ ആകുകയാണെങ്കിൽ ഞാൻ പിന്മാറാം, വി പി സിംഗും പിന്മാറട്ടെ. കാരണം ചന്ദ്രശേഖർ വലിയ അവിടുത്തെ ഉസ്താദാണ് ഉത്തർപ്രദേശിലെ. വി പി സിംഗ് അവിടുത്തെ രാജാ സാഹിബാണ്, രാജകുടുംബത്തിലെയാണ്. ഈ 2 പേരും തമ്മിൽ ഒരിക്കലും ചേരുകയില്ല. കോൺഗ്രസ്സിൽ ഉള്ളപ്പോഴും അവർ ചേർന്നിട്ടില്ല, കോൺഗ്രസ് വിട്ടുപോയപ്പോഴും ചേർന്നിട്ടില്ല, എപ്പോഴും യുദ്ധത്തിലാണ്. ചന്ദ്രശേഖർ പറഞ്ഞു, ഈ മനുഷ്യനെ എനിക്ക് ഇഷ്ടമല്ല, ഇയാൾ പ്രധാന മിനിസ്റ്ററാണ്, ഞാൻ സമ്മതിക്കില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കും. മത്സരിച്ചാൽ വി പി സിംഗിനേക്കാൾ കൂടുതൽ വോട്ട് ചന്ദ്രശേഖറിന് കിട്ടും, ചന്ദ്രശേഖർ പ്രൈം മിനിസ്റ്റർ ആവും. ബട്ട് സ്റ്റിൽ ചന്ദ്രശേഖർ ഒരു മാന്യനും കൂടെയാണ് കേട്ടോ, ഫൈറ്റ് ചെയ്യുന്ന മാന്യനും കൂടെയാണ്. ചന്ദ്രശേഖർ പറഞ്ഞു, കച്ചറ വേണ്ട, അയാൾ മാറട്ടെ, ഞാനും മാറാം, ദേവിലാൽ ആയിക്കോട്ടെ എന്ന്. ശരിയെന്ന് പറഞ്ഞു. ഇത് ലൈവ് ദൂരദർശനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യിൽ. ഐ വാസ് ഇൻ അഹമ്മദാബാദ് ദാറ്റ് ഡേ. അഹമ്മദാബാദിലൊരു ഹോട്ടൽ റൂമിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു, ദേവിലാൽ പ്രൈം മിനിസ്റ്റർ. ദേവിലാൽ വന്നു നടുക്കുള്ള കസേരയിൽ ഇരുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും ഒക്കെ നന്ദിയുണ്ട്. നിങ്ങളെന്നെ ഏൽപ്പിച്ച ജോലി, എന്നെ ഏൽപ്പിച്ച സ്ഥിതിക്ക് അത് വേറൊരാളെ ഏൽപ്പിക്കാനും എനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാൻ ഈ ജോലി വി പി സിംഗിനെ ഏൽപ്പിക്കുന്നു. വി പി സിംഗ് ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ചന്ദ്രശേഖർ ഒരു വിരൽ ചൂണ്ടി എണീറ്റിട്ട് ഇറ്റ് ഈസ് ഷിയർ ബിട്രയൽ എന്ന് പറഞ്ഞിട്ട് അലറി. കാരണം അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നല്ല, ഞാനുമില്ല അവനുമില്ല, നിങ്ങളായിക്കെന്ന് പറയുന്നത്. നിങ്ങളായി കഴിഞ്ഞിട്ട് നിങ്ങൾ അവന് കൊടുക്കുന്നോ? വാട്ട് നോൺസെൻസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചന്ദ്രശേഖർ നീളത്തിൽ നല്ല പൊക്കമുള്ള മനുഷ്യൻ എണീറ്റ് ഇങ്ങനെ വിരൽ വിറപ്പിച്ചിട്ട് ബിട്രയൽ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ദെൻ ഇറ്റ്സ് ഓവർ. ബാക്കിയുള്ളവരെല്ലാം കൈയടിച്ചു. ചന്ദ്രശേഖർ ചതിക്കപ്പെട്ടു. ദേവിലാൽ വിചാരിച്ചത് വി പി സിംഗ് എൻ്റെ കൺട്രോളിൽ നിൽക്കുമെന്നാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂക്കഡ് പൊളിറ്റീഷ്യൻ എവർ സീൻ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് അത് വി പി സിംഗ് ആണ്. വി പി സിംഗ് പോയി പണി നോക്കടാന്ന് പറഞ്ഞു. ദേവിലാൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ്. ശരി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റില്ല ഭരണഘടനയിൽ. ഇയാൾ എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. ഇയാൾ രാജിവെച്ചപ്പോൾ രാജി അക്സെപ്റ്റ് ചെയ്തു വി പി സിംഗ്. നെക്സ്റ്റ് ഡേ ദേവിലാൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, വി പി സിംഗിൻ്റെ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ച് മന്ത്രിസഭയിൽ കയറുകയാണെന്ന് പറഞ്ഞു. വി പി സിംഗിൻ്റെ കാല് പിടിച്ചു, തിരിച്ച് മന്ത്രിസഭയിൽ കയറി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി. എന്നിട്ടാണ് ഇനിയിപ്പോൾ ജാതി കളിക്കാം എന്ന് പറഞ്ഞിട്ട് ജാട്ട് സമ്മേളനം വിളിച്ചു. ഈ ജാട്ട് സമ്മേളനത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജാട്ടുകളിൽ എല്ലാ ജാട്ടുകളും OBC അല്ല മണ്ഡൽ കമ്മീഷൻ അനുസരിച്ച്. അപ്പോൾ ജാട്ടുകളെ വിഭജിക്കാൻ പറ്റും മണ്ഡൽ കമ്മീഷൻ വെച്ച്. അതിനാണ് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ എടുത്ത് പുറത്തിരുന്നത്. ഞാനിത് ഐ എം ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് മണ്ഡൽ കമ്മീഷൻ. അതോടെ വലിയ ബഹളമായി. അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. സുർജിത്ത് പറഞ്ഞു, ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. BJP ഇത് പറഞ്ഞു, LK അദ്വാനിയും പറഞ്ഞു, ഞങ്ങളാണ് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. ഇതുപോലത്തെ ഒരു ലാൻഡ്മാർക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ ഞങ്ങളോടും കൂടെ ആലോചിക്കേണ്ടത്. ഇറ്റ്സ് ഒരു മേജർ പോളിസി ഷിഫ്റ്റാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമോ വേണ്ടയോ, നല്ലതോ ചീത്തയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. വൈ വി ആർ നോട്ട് ടേക്കൺ ഇൻ ടു കോൺഫിഡൻസ് ആൻഡ് യു ആർ ഗോയിങ് ഓൺ അഡ്വർടൈസിങ് ദാറ്റ് ഐ ആം ദ ഹീറോ. വാട്ട് ഹീറോ? If we withdraw our support, you will fall down. You can't do anything.
അപ്പം അന്ന് വല്ലാതെ വിമർശിച്ച് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് പ്രസ്താവന ഇറക്കി. അദ്വാനി ഒരു ഗാർഡഡ് വിമർശനം നടത്തി. കാരണം അദ്വാനിക്കറിയാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണുന്നത് എന്താ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ LK അദ്വാനി ഉടക്കിയെന്ന് വരും, അപ്പർ ക്ലാസ്. അപ്പോൾ അദ്വാനി അതുകൊണ്ട് ഒരു മയത്തിൽ അങ്ങ് പോയി. വിദ്യാർത്ഥികളുടെ വൻ പ്രക്ഷോഭം ഡൽഹിയിലൊക്കെ നടന്നു. അവരെ ആശുപത്രിയിൽ സന്ദർശിക്കാനൊക്കെ അന്ന് ഒരു ഗോസ്വാമി സ്വയം തീ കൊടുത്താണ്. അപ്പോൾ അയാൾ സന്ദർശിക്കാനൊക്കെ അദ്വാനി പോയി. അദ്വാനി പറഞ്ഞു ബഹളമൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അദ്വാനിയുടെ രഥയാത്രയുടെ ടൈമായി കഴിഞ്ഞു. ഇതിൽ പലരും പറയാറുണ്ട് മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ അതിന് പ്രതിക്രിയയായിട്ടാണ് അദ്വാനി രഥയാത്ര തുടങ്ങിയത്. അങ്ങനെയല്ല, രഥയാത്ര നേരത്തെ തന്നെ തീരുമാനിച്ച് അതിൻ്റെ റൂട്ട് സംഗതിയൊക്കെ തീരുമാനിച്ചിരുന്നു. തുടങ്ങിയത് മണ്ഡൽ കമ്മീഷൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷമാണ്. VP സിംഗും, ടു ബി ഫെയർ ടു ഹിം, അയാൾ ഈ രഥയാത്രയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മണ്ഡൽ കമ്മീഷൻ പുറത്തെടുത്തത്, ദേവിലാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂക്കഡ് ആണെങ്കിലും പറയുമ്പോൾ നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. അയാൾക്ക് ആ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഹിന്ദു സമാജത്തെ വിഘടിപ്പിക്കണമെന്ന് അയാൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. BJPയെ തോൽപ്പിക്കണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അയാളുടെ ഫൈറ്റ് പേഴ്സണലൈസ്ഡ് ആയിരുന്നു വിത്ത് ദേവിലാൽ. അതുകൊണ്ട് മുൻപിൻ നോക്കാതെ അയാൾ എതിർത്തങ്ങ് പ്രയോഗിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ദ കോൺസിക്വൻസസ് വിൽ ഫോളോ. ജാതികൾ തമ്മിലുള്ള വെല്ലുവിളിയായി, അടിയായി, പ്രശ്നമായി. VP സിംഗിന് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അതിനിടയ്ക്കാണ് അദ്വാനി ക്രൈസിസിൻ്റെ ഏറ്റവും വലിയ ക്രൈസിസായ രഥയാത്രയുമായിട്ട് വരുന്നത്. ഈ രഥയാത്ര ലാലു പ്രസാദ് യാദവ് സമസ്തിപൂരിൽ വെച്ച് അദ്വാനിയെ അറസ്റ്റ് ചെയ്തു. ലാലു യാദവിനെ അറസ്റ്റ് ചെയ്യാനേ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് ഹിം. ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിൻ്റെ പ്രശ്നമാണ് കർസേവ, അയോധ്യയൊക്കെ. ഞാനതിൽ തലവെച്ച് വെറുതെ ഹിന്ദുക്കളുടെ വിദ്വേഷം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. സോ ലാലു വാസ് റിലാക്സ്ഡ്. ഞാൻ പൊക്കോട്ടെ, അയാൾ ഇതിലങ്ങ് പോകും, മിനിമം പോലീസ് സെക്യൂരിറ്റി കൊടുക്കുക, പൊക്കോട്ടെ, മുലായം സിംഗിൻ്റെ തലയിലിരിക്കട്ടെ. ഇതായിരുന്നു ലാലുവിൻ്റെ. പക്ഷെ VP സിംഗ് ഫോൺ ചെയ്തു ലാലുവിനെ. ലാലു, താനിങ്ങനെ മണ്ടത്തരം കാണിക്കരുത്. എന്ത് മണ്ടത്തരം? അദ്വാനി വന്നു, ഞാൻ കേട്ടു, അയാൾ ഗസ്റ്റ് ഹൗസിലുണ്ട്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ഞാൻ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. പോട്ടെ, നാളെ വൈകുന്നേരത്തോടെ അയാൾ UP പോകും. പിന്നെ മറ്റവൻ്റെ തലയിലിരിക്കട്ടെ, ഞാനില്ല. ഞാൻ ഈ വയ്യാവലിയെടുത്ത് തലവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ കിടക്കുന്ന ഹിന്ദു മുഴുവനും എൻ്റെ ശത്രുവായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, താൻ വിചാരിച്ച പോലെയല്ല. VP സിംഗ് പറഞ്ഞു, താനെ അയാളെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാളെ മുലായം സിംഗ് അറസ്റ്റ് ചെയ്യും. ദ മൊമെൻറ്റ് അയാൾ UP കാല് കുത്തിയാൽ അപ്പം അറസ്റ്റ് ചെയ്യും. മുലായം സിംഗ് അത് മുസ്ലിങ്ങളുടെ ഹീറോ ആയിട്ട് മാറും. തൻ്റെ മുസ്ലിം വോട്ട്, തനിക്ക് വലിയ ഹിന്ദു വോട്ടൊന്നുമില്ല, യാദവന്മാർ മാത്രമേ ഉള്ളൂ. MY ആണ് നമ്മുടെ സ്ട്രെങ്ത്, അറിയാമല്ലോ. അതിനകത്തുനിന്ന് M പോയി കഴിഞ്ഞാൽ Y മാത്രമാകും. ऐसा है, അറേ ഉഠാവോ ഫോണുവാ എന്ന് പറഞ്ഞ് വിളിച്ച് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ VP സിംഗ് അഡ്വൈസ് ചെയ്തു, അറസ്റ്റ് ചെയ്ത് ധൃതി വിളിച്ച് അറസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ വൈകുന്നേരം 7 മണിയായിട്ടുള്ളൂ, നിങ്ങൾ രാത്രി ഒരു 2 മണിക്ക് അറസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ഒരു പേപ്പറിലും വരില്ല. അന്ന് ന്യൂസ് പേപ്പർ മാത്രമേ ഉള്ളൂ, ടെലിവിഷനില്ല. ഒരു ന്യൂസ് പേപ്പറും വരില്ല. 2 മണിക്ക് അറസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ബാക്കി നോക്കാം, അതിനടുത്ത ദിവസമല്ലേ വാർത്ത വരുള്ളൂ, അപ്പം നോക്കാം. ശരി എന്നൊക്കെ പറഞ്ഞു. രാത്രി 2 മണിക്ക് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച SP ഇവരൊക്കെയാണ്, ഇവരെല്ലാം രഥയാത്രയ്ക്ക് അനുകൂലികളാണ്, രാമക്ഷേത്രത്തിന് അനുകൂലികളാണ്, സർവീസിലുണ്ട്. ഇവരെന്ത് ചെയ്തു? പത്രങ്ങൾക്ക് ഈ വാർത്ത ലീക്ക് ചെയ്ത് കൊടുത്തു. ഇന്ന് രാത്രി 2 മണിക്ക് അദ്വാനിയെ പൊക്കും കേട്ടോ, പൊക്കും, റെഡിയാക്കി വെച്ചു എന്ന്. അന്ന് പത്രങ്ങൾ 2 മണി വരെ വെയിറ്റ് ചെയ്തു, അടിക്കാതെ പിടിച്ചിട്ടു. റിമോട്ട് എഡിഷൻസ് ഒക്കെ അടിച്ചു. മെയിൻ ബാംഗ്ലൂർ, കൽക്കത്ത, മുംബൈ, ഡൽഹി, ഈ 4 സിറ്റിയിലെ പത്രം വെച്ച് താമസം. അങ്ങനെയാണ് ലേറ്റ് സിറ്റി പിടിച്ചിടും. ഇപ്പോഴത്തേക്ക് 2 മണിക്ക് ഇവർ അറസ്റ്റ് ചെയ്തു. പോലീസുകാർ വയർലെസ്സിൽ മെസ്സേജ് കൊടുത്തു, അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് 10,000 കോപ്പികളങ്ങ് സകല പത്രം അടിച്ചിട്ട് എല്ലാവരുടെയും കയ്യിൽ. രാവിലെ 8 മണിയായി കഴിഞ്ഞപ്പോൾ അദ്വാനി അറസ്റ്റില്ലെന്നുള്ള വാർത്ത വന്നു. ഇങ്ങനെയാണ് ഈ ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നത്. മുലായം സിംഗ് യാദവിന് ക്രെഡിറ്റ് കിട്ടും എന്ന് ഭയന്നിട്ട് ചെയ്തതാണ്. അല്ലാതെ സെക്യുലറിസത്തോടുള്ള പുള്ളി എപ്പോഴും പറയാറുണ്ട്, ഹമനെ ബന്ദ് കിയ അഡ്വാനി ജീക്കോ എന്ന് പറയും. അരെ ക്യോ ബന്ദ് കിയ? അല്ല, ഇവരെല്ലാം ഒരു പാർട്ടിയാണല്ലേ?
അതെ, ജനതാദളാണ്. ആ ഇവരെല്ലാം മുലായം ചക്രം മറ്റല്ലായിരുന്നു ഇവരുടെ ചിഹ്നം. ആ പച്ച കൊടിയിൽ ചക്രം. കാരണം ഈ കലപ്പേന്ത്യ കർഷകൻ നഷ്ടപ്പെട്ടു. കലപ്പേന്ത്യ കർഷകൻ ഒറിജിനൽ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടി എന്നുള്ള തറവാടിൽ നിന്ന് ഓരോരുത്തരെ ഇറങ്ങിപ്പോയി. അവസാനം കാർന്നവരായിട്ട് ഒറ്റയ്ക്ക് സുബ്രഹ്മണ്യൻ സ്വാമിയുണ്ട്, കലപ്പേന്ത്യ കർഷകനുമുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ഒറിജിനൽ ജനതാ പാർട്ടി ഉണ്ടല്ലോ, അത് എല്ലാവരും ഇറങ്ങിപ്പോയി. ആകെ ഈ മനുഷ്യൻ മാത്രം ബാക്കിയായി. പുള്ളി അതും കൊണ്ട് കുറേ കാലം നടന്നു. പിന്നെ BJP ലയിച്ചല്ലോ, അത് പോയി. അപ്പോൾ അങ്ങനെ ആ ജനതാ പാർട്ടി ഇല്ലാതെ ഇപ്പോഴും ചിലർ ക്ലെയിം ചെയ്യുന്നു ഒറിജിനൽ ജനതാ പാർട്ടി ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കടക്ക് വെച്ചിട്ട് കലപ്പേന്ത്യ കർഷകനൊക്കെ ഉണ്ട്. പക്ഷേ ആ ചിഹ്നം മരവിപ്പിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് ആർക്കും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ മണ്ഡൽ കമ്മീഷൻ ഇതുപോലെ ഈ കലക്കം മണ്ഡൽ കമ്മീഷൻ്റെ ഈ കലക്കം നടന്നു കഴിഞ്ഞപ്പോൾ അംബേദ്കർ എന്നുള്ള ഒരു രൂപം തെളിഞ്ഞു വന്നു. അംബേദ്കറാണ് പിന്നോക്ക വിഭാഗം, ഷെഡ്യൂൾ കാസ്റ്റ്, ഇതിൻ്റെയൊക്കെ പ്രതീകമായിട്ട് അംബേദ്കർ മാറി. അംബേദ്കറൈറ്റ്സ് എന്നുള്ളൊരു വിഭാഗം പിന്നീട് ഉണ്ടായി വന്നു. ഏതായാലും പിന്നോക്ക വിഭാഗങ്ങളുടെ രക്ഷകൻ അംബേദ്കറാണെന്ന് മഹാത്മാ ഫൂലെ പോലും വിട്ടുകളഞ്ഞ ആൾക്കാർ, നാരായണ ഗുരുവിനെ വിട്ടുകളഞ്ഞു. എല്ലാവരും അംബേദ്കറിന് പിന്നാലെയായി. അംബേദ്കറിൻ്റെ ചിത്രങ്ങൾ, അംബേദ്കറിൻ്റെ പ്രതിമ, അംബേദ്കർ പ്രതിമയിൽ ചെരുപ്പ് മാല ഇടുക, അവനെ തല്ലിക്കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയിലേക്ക് പോയി. കൻഷിറാം BSPയുടെ നേതാവ്, BSP എന്നുള്ള പാർട്ടി ഉണ്ടായി. കൻഷിറാമും മായാവതിയും. കൻഷിറാമിൻ്റെ മുദ്രാവാക്യം തിലക് തരാസു ഓർ തൽവാർ ഇൻകോ മാറോ ജൂത്തേ ചാർ എന്ന് പറഞ്ഞാൽ, തിലക് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, പൊട്ട്, തരാസു വൈശ്യൻ, ത്രാസ്, തൽവാർ ക്ഷത്രിയൻ, ആൾ. ഇവർ ചെരുപ്പ് കൊണ്ട് 4 അടിയടിക്കണം. ഇതാണ് കൻഷിറാമിൻ്റെ മുദ്രാവാക്യം. തിലക് തരാസു ഓർ തൽവാർ ഇൻകോ മാറോ ജൂത്തേ ചാർ. ഇത്തവണ അയോധ്യയിലെ മുദ്രാവാക്യമില്ലായിരുന്നു. എന്നാ അയോധ്യാന കാശി ജീതേഗ പാശി. പാശി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രമുഖ ജാതിയാണ്, പിന്നോക്കക്കാരാണ്, പക്ഷേ നമ്പേഴ്സ് വളരെ കൂടുതലാണ്. എന്നാ അയോധ്യാന കാശി ജീതേഗ പാശി, ഇതായിരുന്നു മുദ്രാവാക്യം. ജാതിക്കളിയൊക്കെ അവരെ കണ്ട് പഠിക്കണം. നമ്മുടെ ഇവിടെ ഒന്നും ദക്ഷിണം കൊടുത്ത് മുദ്രാവാക്യം ഫോം ചെയ്യുന്നത്. ഞാൻ മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എനിക്കറിയാം. മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന മുദ്രാവാക്യം ഞാൻ കേട്ടു ഒരിക്കൽ. രഘുപതി രാഘവ രാജാറാം ജിത്തന പൈസ ഉത്തനാക്കാം. ശമ്പളം കൂട്ടിക്കിട്ടാൻ വേണ്ടി കാജായിരുന്നു അത്രയും ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ മുദ്രാവാക്യം എന്തൊരു എഫക്റ്റീവാണെന്ന് നോക്ക്. രഘുപതി രാഘവ രാജാറാം ജിത്തന പൈസ ഉത്തനാക്കാം. അല്ല, അത് മാറ്റിയത് കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ ഗാനം ഗാന്ധി മാറ്റിയതല്ലേ? അല്ല, ആ പാട്ട് മാറ്റിയതല്ല ഞാൻ പറയുന്നത്. ഈ ഒരു മുദ്രാവാക്യം റൈം ചെയ്യണമല്ലോ, മനുഷ്യൻ പെട്ടെന്ന് ആകർഷണം തോന്നണം. ആ ഫാക്ടറി നടത്തുന്ന മുതലാളിമാർ പോലും, അയാളുടെ ഭാര്യ പോലും പറയും ആ മുദ്രാവാക്യത്തിന് കാശ് കൊടുക്കണമെന്ന്. ശരിയാണ്. മുദ്രാവാക്യത്തെ പറ്റിയൊരു പുസ്തകമോ മറ്റോ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. അത് ശരി. കേരളത്തിൽ പ്രമുഖമായ മുദ്രാവാക്യങ്ങളുണ്ടല്ലോ. ഈ MA ജോൺ നമ്മെ നയിക്കും, പരിവർത്തനവാദികൾ, അവരാണ് മുദ്രാവാക്യത്തിൻ്റെ ഉസ്താദുമാർ. പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദിയുടെ പടവാൾ. കൊള്ളാം. അപ്പം അടുത്ത മുദ്രാവാക്യം അവരെഴുതി, പരിപാടിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ വിട്ടുവീഴ്ച പരിപാടിയാകും. കൊള്ളാലോ. ശരിയല്ലേ? ശരിയാണ്. നിങ്ങൾ ഒരിക്കൽ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ വിട്ടുവീഴ്ചയാണ് നിങ്ങളുടെ പരിപാടി. അതെ, നിരന്തരം വിട്ടുവീഴ്ചയാണ്. ഇത്രയും മനോഹരമായ മുദ്രാവാക്യം ഞാൻ വേറെ കണ്ടില്ല. പരിപാടിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ വിട്ടുവീഴ്ച പരിപാടിയാകും. കൊള്ളാം. ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതെ അതെ. ഇതിൻ്റെ ഭാവന സമ്പന്നന്മാർ ഉത്തരഭാരതത്തിലാണുള്ളത്, ഇവിടെ അല്ല. ഇവിടെ ഇത്രയും മധുരമായ രസകരമായ മുദ്രാവാക്യം കേൾക്കില്ല. ഭയങ്കര വയലൻസാണ് കൻഷിറാമിൻ്റെ ആ മുദ്രാവാക്യം. പക്ഷേ അതിൻ്റെ റൈമിങ് നോക്കുക, അതിൻ്റെ ഒരു താളം നോക്കൂ. തിലക് തരാസു ഓർ തൽവാർ ഇൻകോ മാറോ ജൂത്തേ ചാർ. വിളിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ അയോധ്യാന കാശി ജീതേഗ പാശി. അതിൻ്റെ മലയാളം എന്താ? അയോധ്യയുമല്ല കാശിയിലെന്ന് വെച്ചാൽ ഹിന്ദുത്വമല്ല ജയിക്കാൻ പോകുന്നത്, പാശിയാണ് ജയിക്കാൻ പോകുന്നത്. അയോധ്യാന കാശി ജീതേഗ പാശി. ഇങ്ങനെ തീ പടരുന്ന പോലെ പടരും ഇത്. അതിനുള്ള സാമർഥ്യം അവർക്കാണ്. അതുപോലെയാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, രഘുപതി രാഘവ രാജാറാം, അവർക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നുന്നില്ല. ഇവിടെ ആദ്യത്തെ ലൈൻ തന്നെ ഇതൊരു ശരിയല്ല എന്ന് പറയും.
ജനങ്ങളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇവർ ഈ വരട്ട് തത്വവാദം വെച്ചിട്ട് ആ മുദ്രാവാക്യം ഇല്ലാതെ പോയിട്ട് നവംബർ 29 സിന്ദാബാദ് കേട്ടിട്ടില്ല, കൂട്ടധർണ സിന്ദാബാദ്, ഡിസംബർ 29 സിന്ദാബാദ്. ഞാൻ പറഞ്ഞു എന്തോന്ന് അറിയൂ, അല്ല സാറേ ഡിസംബർ 29 ധർണ, അപ്പോൾ പിന്നെ അത് പറയണ്ടേ. ഞാൻ പറഞ്ഞു ഇതിനൊരു ഭംഗിയില്ല, കൂട്ടധർണ സിന്ദാബാദ്, മാർച്ച് 9 സിന്ദാബാദ്. അത് കേൾക്കാം. ഈ ഡിസംബർ 29 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ കുന്ത ഈ ഡേറ്റിന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വേറെ മാർഗ്ഗമില്ല. അല്ല അത് ഇംപ്രോവൈസ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഈ പ്രതിഭാസമ്പന്നന്മാരെ ഞാൻ പറഞ്ഞില്ലേ, ജില്ലാതലത്തിൽ തന്നെ കൊന്നുകളയും സകല രാഷ്ട്രീയ പാർട്ടികളും. നല്ല പ്രതിഭാസമ്പന്നനായ സിവിലൈസ്ഡായ ഒരു ചെറുപ്പക്കാരൻ വരികയാണെങ്കിൽ തട്ടും. ഒന്നുമില്ലെങ്കിൽ പോലീസിൽ പറഞ്ഞിട്ട് അടുത്ത ജാഥയിൽ ഇവൻ്റെ കൈകാലം തല്ലിയൊടി. അതോടെ അവൻ്റെ അച്ഛനും അമ്മയും പറയും നീ പാർട്ടിയും വേണ്ടി കുന്തം വേണ്ടി ഇവിടെ കിടന്നാൽ മതി. അല്ലെ അവനെ നാട് കിടത്തും, ഗൾഫിലേക്കോ ഡൽഹിക്കോ എങ്ങോട്ടെങ്കിലും വിടും. ചെറുക്കൻ്റെ പ്രാണം നിൽക്കണ്ടേ, അതിന് കേസിൽ പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യും. വളരാൻ സമ്മതിക്കില്ല ഭാവനാസമ്പന്നന്മാരെ. അതുകൊണ്ട് ശുഷ്കമായ മുദ്രാവാക്യം കേട്ടാൽ നമുക്ക് പുച്ഛം തോന്നുന്ന തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഇപ്പോൾ അത് വിളിക്കാറില്ല. അതെ. അല്ല ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അംബേദ്കർ കോൺഗ്രസ്സുകാരനായിരുന്നില്ല, കോൺഗ്രസ്സിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കപ്പെട്ട ആളാണ്. അതെ, കോൺഗ്രസ്സിൽ ഉള്ളപ്പോൾ പോലും ഹീ വാസ് ഇൻ കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് വിത്ത് മഹാത്മാഗാന്ധി. ഇത്രയധികം മഹാത്മാഗാന്ധിയെ എതിർത്ത വേറൊരു കോൺഗ്രസ്സുകാരനെ കാണാൻ പ്രയാസമാണ്. ഒരു പക്ഷേ സർ സി ശങ്കരൻ നായർ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞിട്ട്. ബട്ട് അങ്ങനത്തെ ഒരു അജിറ്റേഷനോ ഫൈറ്റിനോ പോയിട്ടില്ല. അംബേദ്കർ ഗാന്ധിയുമായിട്ട് ഏറ്റുമുട്ടി. ഗാന്ധി അംബേദ്കറുടെ ആശയത്തിനെതിരെ നിരാഹാരം കിടന്നിട്ട് അംബേദ്കർ മുട്ടുകുത്തിയിട്ട് അവസാനം അംബേദ്കർ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗാന്ധിയുടെ ജീവൻ എനിക്ക് പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ കീഴടങ്ങുന്നു പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തവനാണ് അംബേദ്കർ. ഹി വാസ് അസാമാന്യ. അതുകൊണ്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷനാരായിരുന്നു. പേരിന് ഇങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബട്ട് അംബേദ്കർക്ക് ഒരു വീറ്റോ അധികാരം ഉണ്ടായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേറെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അംബേദ്കർക്ക് വീറ്റോ അധികാരം കൊടുത്തിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതായത് ഒരു ക്ലോസ് അങ്ങ് ചർച്ച ചെയ്ത് മൂത്ത് കഴിയുമ്പോൾ അംബേദ്കർ വീറ്റോ ഉപയോഗിക്കും. മതി, ചർച്ച ഇത്രയും മതി, ഇതാണ് സെൻറ്റൻസ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഫിനിഷ്, അടുത്ത ക്ലോസിലേക്ക് ആ അധികാരം കൊടുത്തിരുന്നു. ഇമാജിൻ, ആ അധികാരം ബാബു രാജേന്ദ്ര പ്രസാദിന് കൊടുത്തില്ല, ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തില്ല, സർദാർ പട്ടേലിന് കൊടുത്തില്ല. എത്രയോ പ്രതിഭാശാലികൾ, ലാഡി കൃഷ്ണസ്വാമി, ഇപ്പം ഭീകരമായ ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ KT ഷാ, ഇവരൊക്കെ അസാമാന്യ സാമർഥ്യമുള്ളവരാണ്. ആർക്കും കൊടുത്തില്ല. ഇറ്റ് വാസ് ഗിവൺ ടു അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനും പ്ലസ് വീറ്റോ അധികാരം. ഇന്ത്യയിൽ ഈ വീറ്റോ എന്ന് പറയുന്ന ഒരേ ഒരു ഏർപ്പാട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിൻ്റെ പുറത്തോ അത് കഴിഞ്ഞിട്ട് ഒന്നും ആർക്കും വീറ്റോ ഇല്ല. ബട്ട് ദിസ് മാൻ ഹാഡ് ദാറ്റ്. ഇമാജിൻ ഹിസ് ഗ്രേറ്റ്നെസ്. ഏതായാലും മോദി ആൻഡ് നൗ ദേ സേ ദാറ്റ് അംബേദ്കർ നിങ്ങൾ 2 തവണ തോൽപ്പിച്ചു ആ മനുഷ്യനെ ഒന്നും അല്ലാതാക്കിയത് കോൺഗ്രസ്സാണ്. ഭയന്നിട്ട് അങ്ങനെ കസേര അടിച്ചുകൊണ്ട് പോകുമെന്ന് ഭയന്നിട്ട്. അങ്ങനെ ഒരു കസേരയ്ക്ക് അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ ഇനിയൊന്നും ബാക്കിയില്ല. അദ്ദേഹത്തിന് കിട്ടാനുള്ള സമ്മാനങ്ങളും ബാക്കിയില്ല. ഇവിടുത്തെ തെക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജാതി വിവേചനം നേരിടേണ്ടി വന്നു. ബട്ട് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ അയച്ചൊക്കെ പഠിപ്പിച്ചതാരാ? ബറോഡ രാജാവാണ്. ബറോഡ രാജാവ് പറഞ്ഞു, നിങ്ങളെ അവരെ അംഗീകരിക്കുന്നില്ലേ, സച്ച് എ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്, ഐ സ്പോൺസർ ചെയ്യൂ, ധൈര്യമായിട്ട് നിങ്ങൾ പോകുക, എവിടെ എന്ന് വെച്ചാൽ പഠിക്കാൻ പൊക്കുന്നു. കംപ്ലീറ്റ് സ്പോൺസേഡ് ബൈ മഹാരാജാവ് ഓഫ് ബഡോദ. നമ്മൾ ബറോഡ എന്ന് പറയും. ബറോഡ രാജാവാണ്. ബറോഡ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരിക്കൽ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കാഡിലാക്ക്, അങ്ങനെയാണെന്ന് തോന്നുന്നു കാറിൻ്റെ കാറുണ്ട്, ഷോറൂമിൽ കാഡിലാക്ക് കാർ കണ്ടു. അതിൻ്റെ വില ചോദിച്ചു. അയാൾ മുഖത്തടിച്ച പോലെ പറഞ്ഞു, ഇന്ത്യക്കാർക്ക് ഈ കാർ വിൽക്കുന്നില്ല, അത്ര ലക്ഷറി കാറാണ്. ബറോഡ മഹാരാജാവ് തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് ഏതോ ഒരു ഊച്ചാളി ബ്രിട്ടീഷുകാരനോട് പറഞ്ഞു, എനിക്ക് 1 ഡസൻ കാഡിലാക്ക് കാർ വേണം, കാശ് ഞാൻ തരാം. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരില്ല എന്ന് പറയുന്നു. അയ്യോ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അത് ഇമ്പോർട്ട് ചെയ്തു. 12 കാഡിലാക്ക് കാർക്ക് കപ്പലിൽ വന്നു, ബറോഡയിൽ വന്നു. ബറോഡ സിറ്റിയിൽ ഈ റോഡിൽ നിറച്ച് കുതിരച്ചാണകം വീണ് കിടക്കും. പശുവിൻ്റെ ചാണകമുണ്ട്, പക്ഷെ പശുവിനേക്കാൾ കൂടുതൽ കുതിരച്ചാണകം, ഒട്ടകത്തിൻ്റെ ചാണകം
പോയിട്ടുണ്ടോ ബറോഡ, അഹമ്മദാബാദിലൊക്കെ? ഇല്ല ഇല്ല. ഈ ഒട്ടകവും കുതിരയും പശുവും ഈ 3 പേരും ചാണകം റോഡിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് വാരി മാറ്റണം. ഇപ്പോൾ അവരുടെ പോപ്പുലേഷൻ കുറഞ്ഞു, നിയന്ത്രണമൊക്കെ വന്നു. മറ്റേത് ഫ്രീ ആയിട്ട് ഇവരങ്ങ് പോകുന്നിടത്ത് ചാണകം ഇടുകയാണല്ലോ. ഈ ചാണകം വാരാനായിട്ടുള്ള വാനാക്കി മാറ്റാൻ പറഞ്ഞു ഇതിനെ, വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് കാടിലാക്കാർ 12 എണ്ണം ബറോഡ ടൗണിൽ ചാണകം വാരിക്കൊണ്ടിരുന്നു കാടിലാക്കാർ. ദാറ്റ് വാസ് ഹിസ് റിപ്ലൈ ടു ദ ബ്രിട്ടീഷ്. എനിക്ക് നീ കാറ് തരില്ല മേടാ, എൻ്റെ നാട്ടിലെ ഒട്ടകത്തിൻ്റെ ചാണകം വരാൻ നിൻ്റെ കാടിലാക്കാർ ഇവിടെ വരും. അതുപോലത്തെ സായിപ്പന്മാരെ എൻ്റെ പോക്കറ്റിലുണ്ട്, അവരെനിക്ക് കൊണ്ടുവന്ന് തരും. മനസ്സിലായോ? ദിസ് വാസ് ഹിസ് റിപ്ലൈ. അത്രയ്ക്ക് കേമനായ ആളാണ്. ഇപ്പോൾ അംബേദ്കർ എല്ലാ അപ്പർ ക്ലാസ് മുഴുവൻ അദ്ദേഹത്തെ അടിച്ചു, അങ്ങനെയല്ല. അപ്പർ ക്ലാസ് തന്നെയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാനുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യനായിട്ട് പെട്ടി ചുമന്നുകൊണ്ട് കൂടെ നടക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും, സുഹൃത്താണ് എന്നാൽ ഭൃത്യനുമാണ്. ആ അവസ്ഥയിൽ ജീവിച്ച ആളാണ് പിൽക്കാലത്ത് RSS നേതാവായിരുന്ന ദത്തോപന്ത് ഠേങ്ക്ഡി. ദത്തോപന്ത് ഠേങ്ക്ഡിജി ജീവനോടെ ഉള്ളപ്പോഴാണ് ഈ നമ്മൾ അരുൺ ഷൂറി വർഷിപ്പിംഗ് ഫാൾസ് ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് അംബേദ്കറിനെ കൊച്ചാക്കിയല്ല, അംബേദ്കർ ഒരു ഫാൾസ് ഗോഡാണ്. അത് ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചാണ് ഇങ്ങനെ സ്ഥാപിക്കുന്നത്. അന്ന് ഠേങ്ക്ഡിജി അരുൺ ഷൂറിയെ വിളിച്ചിട്ട് പറഞ്ഞു, അരുൺ ഷൂറി, നിങ്ങൾ എഴുതിയത് സത്യമാണ്, ഡോക്യുമെൻസും സത്യമാണ്, കാര്യമൊക്കെ ശരിയാണ്, 4-3 7 5-2 7 6-1 7, പക്ഷേ ഇത് അംബേദ്കറോട് ചെയ്യരുത്. ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ നടന്നവനാണ്, ഭൃത്യനായിട്ട് പെട്ടിയും പിടിച്ചുകൊണ്ട്. എനിക്കറിയാം ആ മനുഷ്യൻ സഹിച്ച കഷ്ടപ്പാട് എത്രയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക സമയത്ത് ചെയ്ത ഒരു പ്രസംഗം, നിങ്ങൾ ആ പ്രസംഗം എടുത്തിട്ട് നിങ്ങളുടെ ബുക്കിൽ ചേർക്കുമ്പോൾ ഇപ്പോൾ അതിന് വേറൊരു അർത്ഥം വരും. അന്ന് ഹിന്ദു സമാജത്തെ ഇഷ്ടം പോലെ അംബേദ്കർ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അംബേദ്കറോട് ഇസ്ലാമാകാൻ ഹൈദരാബാദ് നൈസാം പറഞ്ഞു 5 കോടി രൂപ അന്ന് തരാം, നിങ്ങൾ മുസ്ലിം ആകാൻ പറഞ്ഞു. അംബേദ്കർ ആയില്ല. ബട്ട് അംബേദ്കറിൻ്റെ പ്രതിഷേധം വാസ് ടു മച്ച് ദാറ്റ് ഹി വാണ്ടഡ് ടു ലീവ് ഹിന്ദുയിസം, നെയിം സേക്ക് ബുദ്ധിസമാക്കി. ഇതേ അംബേദ്കർ പിൽക്കാലത്ത് ഹിന്ദു സക്സഷൻ ആക്ട് അത് ഇത് വന്നപ്പോൾ ഹിന്ദുവിൻ്റെ നിർവചനത്തിൽ പാഴ്സി, ക്രിസ്ത്യൻ, മുസ്ലിം ഇവരൊഴിച്ച് ബാക്കിയല്ല ഹിന്ദു. അത് ഡീറ്റെയിലായിട്ട് പിന്നീട് സർക്കാരുകൾ അമെൻഡ് ചെയ്തു. ബുദ്ധ, ജൈന ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ല, ഇവരെല്ലാം ഹിന്ദുക്കളാണ് ബേസിക്കലി. അപ്പോൾ അംബേദ്കർ വാസ്തവത്തിൽ മതം മാറിയിട്ടില്ല, ഹിന്ദുവിൻ്റെ അകത്തെ തന്നെ ഒരു വിഭാഗത്തിലേക്ക് മാറിയെന്നേ ഉള്ളൂ. ഞാൻ ഗുരുവായൂരപ്പനെ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്നു, ഇതൊരു ശരിയല്ല, ഈ മനുഷ്യന് എനിക്ക് ഒരു അർത്ഥ കൈക്ക് ഉപ്പിടുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം ചോറ്റാനിക്കര അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചു, പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം നടക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ അംബേദ്കർ ചെയ്ത മതം മാറ്റം. ഹി ഡിഡ്ന്റ് ഗോ ടു ഇസ്ലാം ഇൻ സ്പൈറ്റ് ഓഫ് ഓഫറിങ് 5 crores. അയ്യങ്കാളിക്ക് 1 കോടി രൂപയാണ് അതെ അതെ മതം മാറി. അംബേദ്കർ കുറെ കൂടെ വലിയ ഫിഗർ, ഹി വാസ് ഓഫർഡ് 5 crores. ഹി ഡിഡ്ന്റ് ഗോ. ഈ അംബേദ്കറെ കോൺഗ്രസ് അവഗണിക്കുകയും തോൽപ്പിക്കുകയും 2 തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അംബേദ്കറെ എടുക്കുന്നത് ഈ ഒരു മഹാന്മാരെ ഈ പല്ല് തേക്കാനായിട്ട്, മുടി ചീകാനായിട്ട് ഒക്കെ ഉപയോഗിക്കാം, നാക്ക് പഠിക്കാൻ മഹാന്മാരെ ഉപയോഗിക്കും. നാരായണ ഗുരുവിനെ എടുത്തിട്ട് ഇങ്ങനെ ചെവിയിലിട്ട് തോണ്ടും. സുനിൽ പിള്ളയുടെ ചെവിയിൽ വാക്സ് കയറി കഴിഞ്ഞാൽ നാരായണ ഗുരു വെച്ചാണ് തോണ്ടുന്നത്. ഇതുപോലത്തെ അധപ്പതിച്ച വർഗമാണിതൊക്കെ. they will also swear on Ambedkar. What can you do? ഏതായാലും ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ ആ കുപ്രസിദ്ധമായ പാർലമെൻറ്റിലെ പ്രസംഗം കൊണ്ടാണ് മോദി ഇക്കാര്യം പാർലമെൻറ്റിൽ പറഞ്ഞതും നമ്മളത് ഓർത്ത് ഇവിടെ സംസാരിച്ചതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.